നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വൈദ്യുതി ഉൽപാദനം പ്രതിവർഷ ചെലവ് 550.8 ദശലക്ഷം ദിനാർ. ബഹ്റൈനിൽ വൈദ്യുതി ഉൽപാദനത്തിനും വിതരണത്തിനുമായി പ്രതിവർഷം 550.8 ദശലക്ഷം ദിനാർ ചെലവാകുന്നതായി വൈദ്യുതി ജലകാര്യ മന്ത്രി യാസർ ഹുമൈദാൻ പാർലമെന്റിൽ MP-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവെയാണ് അദ്ദേഹം ഈ കണക്കുകൾ വ്യക്തമാക്കിയത്. ആകെ ചെലവിൽ 175.3 ദശലക്ഷം ദിനാർ സർക്കാർ സബ്സിഡിയായി വഹിക്കുമ്പോൾ 375.5 ദശലക്ഷം ദിനാറാണ് ഉപഭോക്താക്കളിൽ നിന്നുള്ള താരിഫിലൂടെ ഈടാക്കുന്നത്. തടവുകാരെ കൈമാറാൻ ബഹ്റൈനും പാകിസ്ഥാനും തമ്മിൽ ധാരണ. പുതിയ നിയമം പാർലമെന്റ് ചർച്ച ചെയ്യും. ബഹ്റൈനിലും പാകിസ്ഥാനിലുമുള്ള തടവുകാർക്ക് ശിക്ഷ കാലാവധി സ്വന്തം രാജ്യങ്ങളിൽ പൂർത്തിയാക്കാൻ അവസരമൊരുങ്ങുന്നു. ശിക്ഷിക്കപ്പെട്ടവരെ കൈമാറുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന് ഔദ്യോഗിക രൂപം നൽകുന്ന പുതിയ നിയമം അടുത്ത പാർലമെന്റ് സമ്മേളനം ചർച്ച ചെയ്യും. തടവുകാർക്ക് സ്വന്തം കുടുംബങ്ങളുമായി അടുത്തു കഴിയാൻ അവസരം നൽകുന്നതിലൂടെ അവരുടെ പുനരധിവാസവും സാമൂഹികവുമായ തിരിച്ചുവരവും എളുപ്പമാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. BDK ബഹ്റൈൻ ചാപ്റ്റർ പുനഃസംഘടിപ്പിച്ചു. ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ ജനറൽ ബോഡി യോഗം ഇന്ത്യൻ ക്ലബിൽ ചേർന്നു. ചെയർമാൻ KT സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റോജി ജോൺ സ്വാഗതവും ട്രഷറർ സാബു അഗസ്റ്റിൻ നന്ദിയും രേഖപ്പെടുത്തി. ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് 2025-2026 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇവ ജനറൽ ബോഡി യോഗം അംഗീകരിച്ചു. സൽമാനിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് സ്റ്റാഫ് ഷിഹാബുദ്ദീൻ, സാമൂഹിക പ്രവർത്തകൻ സയ്യിദ് ഹനീഫ്, ഷർഫ് അലി കുഞ്ഞി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് 2026-28 വർഷത്തേക്കുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ യോഗം ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. ഡോക്ടർ PV ചെറിയാൻ, TG ഗിരീഷ് രക്ഷാധികാരികളായും, KT സലീം ചെയർമാൻ, റോജി ജോൺ പ്രസിഡന്റ്, സുരേഷ് പുത്തൻവിളയിൽ, സലീന റാഫി വൈസ് പ്രസിഡന്റുമാർ, രേഷ്മ ഗിരീഷ് ജനറൽ സെക്രട്ടറി എന്നിവരെയും തിരഞ്ഞെടുത്തു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ICF മദ്രസ പൊതുപരീക്ഷ ബഹ്റൈൻ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് 5, 7, 10 +2 ക്ലാസുകളിലേക്ക് ഗൾഫ് സെക്ടറിലെ മദ്രസകളിൽ ഏപ്രിൽ ആദ്യവാരം വാരം നടത്തിയ പൊതുപരീക്ഷയിൽ ICF ബഹ്റൈൻ മജ്മുഅ് താലീമുൽ ഖുർആൻ മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം. പരീക്ഷ എഴുതിയ 132 വിദ്യാർത്ഥികളിൽ 49 പേർ ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കി വലിയ നേട്ടം കൈവരിച്ചു. 4 വിദ്യാർത്ഥികൾ ടോപ്പർ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നതാണ് ഈ വർഷത്തെ വിജയത്തിന്റെ തിളക്കം കൂട്ടുന്നത്. 5ാം ക്ലാസ്സിൽ ഹനാൻ ഫാത്തിമ, 7ാം ക്ലാസ്സിൽ മുഹമ്മദ് ഷസിൽ, മുഹമ്മദ് ജാസിം, 10ാം ക്ലാസ്സിൽ മുഹമ്മദ് യൂനുസ് എന്നിവരാണ് ടോപ്പർ റാങ്ക് ജേതാക്കളായത്. ഡിസ്റ്റിങ്ഷൻ നേടിയവരുടെ എണ്ണത്തിൽ റിഫ മദ്രസയാണ് മുന്നിൽ. ഉമ്മുലസം, മനാമ, സിത്ര, ഹമദ് ടൗൺ, മുഹറഖ്, ഹിദ്, അദ്ലിയ, ഇസ ടൗൺ, റാസ്റുമാൻ എന്നിങ്ങനെയാണ് മറ്റു മദ്രസകളിലെ കണക്കുകൾ. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അവർക്ക് പ്രോത്സാഹനമേകിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും ICF ബഹ്റൈൻ നാഷണൽ ഭാരവാഹികൾ അഭിനന്ദിച്ചു. ഷരീഫ് വില്യപ്പള്ളിക്ക് കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി യാത്രയയപ്പ് നൽകി.
KMCC ബഹ്റൈൻ മുൻ സെക്രട്ടറിയും മതസാമൂഹ്യ രാഷ്ട്രീയ ജീവകാരുണ്യ രംഗങ്ങളിൽ നിറസാന്നിധ്യവുമായ ഷരീഫ് വില്യാപ്പള്ളിക്ക് KMCC ബഹ്റൈൻ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. മനാമ KMCC ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ KMCC കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് ഖാസിം കോട്ടപ്പള്ളി മെമന്റോ നൽകി ആദരിച്ചു. ബഹ്റൈൻ KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ഫൈസൽ, സംസ്ഥാന സെക്രട്ടറി ഫൈസൽ കോട്ടപ്പള്ളി, ഇബ്രാഹിം ഹാജി PP, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ തുടങ്ങിയ നിരവധി പ്രമുഖർ സന്നിധരായിരുന്നു. സാംസ ബഹ്റൈൻ ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സാംസ ബഹ്റൈൻ ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൽമാനിയ ഹോസ്പിറ്റലിൽ നടന്ന ക്യാമ്പിൽ അംഗങ്ങളും സന്നദ്ധ സേവകരും ഉൾപ്പെടെ 100-ൽ പരം ആളുകൾ പങ്കാളികളായി. രാവിലെ 7 മണിക്ക് ഉപദേശക സമിതി അംഗം ശ്രീ വത്സരാജ് കുംബയിൽ ആദ്യ രക്തദാനം നൽകി ആരംഭിച്ച ക്യാമ്പിലെ പബ്ലിക് മീറ്റിംഗിൽ സൽമാനിയ ഹോസ്പിറ്റലിലെ സീനിയർ മെഡിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ അമർജിത് കൗർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ലേഡീസ് വിംഗ് സെക്രട്ടറി ധന്യ സബു സ്വാഗതവും പ്രസിഡന്റ് അജിമോൾ സോവിൻ അധ്യക്ഷതയും വഹിച്ച് സംസാരിച്ചു. ബ്ലഡ് ഡൊണേഷൻ ഉൾപ്പെടെ സാംസയുടെ നിരവധി കാരുണ്യ പ്രവർത്തികൾ മുൻപിൽ നിന്ന് നയിക്കുന്ന സൽമാനിയ ഹോസ്പിറ്റലിലെ സീനിയർ നഴ്സ് ശ്രീമതി നിർമ്മല ജേക്കബിന് സാംസിയുടെ ആദരവായി ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് സതീഷ് പുമ്മനയ്ക്കൽ, ജനറൽ സെക്രട്ടറി സോവിൻ തോമസ്, ട്രഷറർ സുനിൽ നീലഞ്ചേരി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി സിത്താര മുരളീകൃഷ്ണൻ നന്ദി പറഞ്ഞു. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. OICC ബഹ്റൈൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മോഹൻകുമാറിന് സ്വീകരണം നൽകി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൂറനാട് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ ഉജ്ജ്വല വിജയം നേടിയ OICC ബഹ്റൈൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മോഹൻകുമാറിന് OICC ഓഫീസിൽ വെച്ച് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗംഭീര സ്വീകരണം സംഘടിപ്പിച്ചു. OICC ബഹ്റൈൻ ആലപ്പുഴ ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സന്തോഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ബൈജു ചെന്നിത്തല സ്വാഗതവും ദേശീയ ചാരിറ്റി വിംഗ് കൺവീനർ സാമുവൽ മാത്യു നന്ദിയും രേഖപ്പെടുത്തി. OICC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മനു മാത്യു തുടങ്ങി നിരവധി പേർ ആശംസാ പ്രസംഗം നടത്തി. KMCC ബഹ്റൈൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ആഷിഖ് പത്തിൽ മേഴ്ത്തൂരിന് യാത്രയയപ്പ് നൽകി. സമർപ്പണത്തിന്റെ 15 വർഷം കൊണ്ട് KMCC ബഹ്റൈൻ കമ്മിറ്റിക്ക് മഹത്തായ സേവനം നൽകിയ പ്രിയങ്കരനായ ഓർഗനൈസിംഗ് സെക്രട്ടറി ആഷിഖ് പത്തിൽ മേഴ്ത്തൂറിന് യാത്രയയപ്പ് നൽകി. നാളെ വൈകിട്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുമ്പോൾ ജില്ലാ KMCCക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടാകുന്നത്. രാവും പകലും വേദനിക്കുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കും താങ്ങും തണലുമായിരുന്നു ആഷിഖ്. വോളണ്ടിയർ സേവനത്തിൽ നിറഞ്ഞു നിന്ന അപൂർവ വ്യക്തിത്വത്തിന് KMCC ബഹ്റൈൻ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറം യാത്രയയപ്പ് നൽകി. ബഹ്റൈനിൽ 50 വർഷം ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന ശ്രീ SG എബ്രഹാമിനും കുടുംബത്തിനും യാത്രയയപ്പ് നൽകി. സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറത്തിന്റെ ഉപദേശക അധ്യക്ഷൻ ശ്രീ സുനിൽ രാജ് ആമുഖ പ്രസംഗം നടത്തി. ഫീനിക്സ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മാതൃകാപരമായ സേവനത്തിലൂടെ വിദേശികളായ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളീയരായ നമ്മൾ സ്വദേശികളുടെ ഇടയിൽ ബഹുമാനിക്കപ്പെടുന്നു ശ്രീ SG എബ്രഹാമിൽ കൂടെ എന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ വർഗീസ് കാരിക്കൽ അഭിപ്രായപ്പെട്ടു. ഇസ്ലാമിക് പണ്ഡിതനും ബഹ്റൈൻ കേരള സംസ്ഥയുടെ
ആദരണീയനായ അധ്യക്ഷൻ ഉസ്താദ് ഫക്രുദ്ദീൻ തങ്ങൾ അയച്ച സ്നേഹ സന്ദേശം അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. അനുഗ്രഹ പ്രഭാഷണം ഇടവക വൈസ് പ്രസിഡന്റ് രാജൻ ജോൺ, മുതിർന്ന ഇടവക അംഗമായ ശ്രീ ജോസ് കെ ജോൺ, സാമൂഹിക മത സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നുമായി ഡോക്ടർ സുരേഷ് സുബ്രഹ്മണ്യൻ, ES സലീം, SV ബഷീർ, EV രാജീവൻ, AK സുഹൈൽ, ശ്രീമതി രാജി ഉണ്ണികൃഷ്ണൻ, എലിസബത്ത് ജോൺ, ശ്രീ റിച്ചാർഡ് കനകൽ, മുഹമ്മദ് അലി, സുനിൽ തോമസ്, ജവാദ് പാഷ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റുഡൻസ് ഗാർഡൻസ് ഫോറം ചെയർമാൻ എബ്രഹാം ജോണിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ശ്രീ P വിജയകുമാർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ബഹുമാനിച്ചു. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ യോഗത്തിൽ പങ്കെടുത്ത സ്ത്രീ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീമതി റെജിന ഇസ്മായിൽ, രാജി ഉണ്ണികൃഷ്ണൻ, എലിസബത്ത് ജോൺ എന്നിവർ പൊന്നാട അണിയിച്ചു. ശ്രീ സക്കറിയ ചുള്ളിക്കൽ പരിപാടികൾ നിയന്ത്രിച്ചു. ശ്രീ സയ്യിദ് ഹനീഫ് നന്ദി പ്രകാശിപ്പിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് അനുമതി. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. KSEB നൽകിയ പെറ്റീഷൻ പരിഗണിച്ചാണ് തീരുമാനം. പരമാവധി 250 മെഗാവാട്ട് വരെ വാങ്ങാം. വൈദ്യുതി വില യൂണിറ്റിന് 10 രൂപയിൽ താഴെ ആയിരിക്കണം. മെയ് 15 വരെയാണ് സമയപരിധി നൽകിയിരിക്കുന്നത്. കടുത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം വർദ്ധിച്ചു വരികയാണ്. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. ശുഭരാത്രി.